ഹായ് മക്കളെ, ഇന്ന് നമുക്ക് 3-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 3 ഇൻ ഹാർമണി എന്ന പാഠം മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കി പഠിച്ചെടുക്കാം. എന്താണ് ഹാർമണി എന്ന വാക്കിൻ്റെ അർത്ഥം? ഐക്യം. ഇൻ ഹാർമണി എന്നാൽ ഐക്യത്തിൽ. ഇവിടെ താഴെ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്യമാണ് കൊടുത്തിട്ടുള്ളത്, ഒരു കോട്ട്. എന്താണ് മഹാത്മാഗാന്ധി പറഞ്ഞത്? ഹാപ്പിനെസ് ഈസ് when what you think, what you say and what you do are in harmony. സന്തോഷം എന്നാൽ ഹാപ്പിനെസ്, സന്തോഷം എന്നാൽ when what you think, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, what you say, എന്താണോ പറയുന്നത്, and what you do, എന്താണോ പ്രവർത്തിക്കുന്നത്, are in harmony. ഇതെല്ലാം ഒരേ ഹാർമണിയിൽ, ഒരേ താളത്തിൽ, ഐക്യത്തോടു കൂടി വരുമ്പോഴാണ് ഹാപ്പിനെസ്, സന്തോഷമുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പറയുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത് ഒക്കെ ഒരേ ഹാർമണിയിൽ ഐക്യത്തോടു കൂടി വരണം. അടുത്തതായി 62-ാമത്തെ പേജിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹു ആർ ഹിഡൻ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ്? ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം, കണ്ടെത്തി കളർ കൊടുക്കുക. അവിടെ നായയെ കാണുന്നുണ്ട്, മാൻ കാണുന്നുണ്ട്, സ്ക്യൂറൽ ഉണ്ട്. ബാക്കി വരുന്നവരൊക്കെ നിങ്ങൾ കണ്ടെത്തി നന്നായി ഭംഗിയായി കളർ കൊടുത്തു വെക്കുക. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. റോക്കി ദ പപ്പി. പപ്പി എന്നാൽ നായക്കുട്ടി. നായക്കുട്ടിയുടെ പേരാണ് റോക്കി. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്നു പേരുള്ള ഒരു പപ്പി മരത്തിനടിയിൽ വിശ്രമിക്കുകയായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. യമ്മി മീൽ എന്നാൽ സ്വാദിഷ്ടമായ ഭക്ഷണം. അവൻ ഇപ്പോൾ നല്ലൊരു സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് റെസ്റ്റ് എടുക്കുന്നത്, വിശ്രമിക്കുന്നത്. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. ബീസ് തേനീച്ചകൾ, ബസ്ഡ് മൂളിക്കൊണ്ടിരുന്നു. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. തേനീച്ചകൾ അവൻ്റെ തലക്ക് ചുറ്റും മൂളിക്കൊണ്ടിരുന്നു. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എന്നെ ശല്യപ്പെടുത്തല്ലേ പ്ലീസ്. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. റോക്കി അവൻ്റെ കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ എസ്ലീപ്പ്. മെല്ലനെ അവൻ ഉറക്കത്തിലേക്ക് വീണു, ഉറങ്ങിപ്പോയി. എ ക്രോ വാസ് വാച്ചിങ് എവരിത്തിങ്. ഒരു കാക്ക ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. അവൾ പറന്നു. അറൗണ്ട് ദ ബീസ് തേനീച്ചകൾക്ക് ചുറ്റും പറന്നു. റോക്കി വോക്കപ്പ്. റോക്കി എഴുന്നേറ്റു. ഡോണ്ട് അനോയ് മീ. എന്നെ ശല്യപ്പെടുത്തല്ലേ, ഹി സെഡ്. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വിൽ റോക്കി ഡു? എന്തായിരിക്കും റോക്കി ചെയ്യുക? നോക്കാമല്ലേ. ഇനി അടുത്ത പാർട്ട്, ദ ചേസ്. ചേസ് എന്നാൽ പിന്തുടരുക. റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിറൽ. റോക്കി കണ്ടു ഒരു പൂച്ച ഒരു അണ്ണാനെ പിന്തുടരുന്നത് കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അവന് കുറച്ച് തമാശകൾ തോന്നി, അവനെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഹി ചേസ്ഡ് ദ കാറ്റ്. അവൻ പൂച്ചയെ പിന്തുടർന്നു, പൂച്ചയുടെ പിറകെ ഓടി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. ലീവ് മീ, എന്നെ വെറുതെ വിടൂ. ആര് പറയുന്നതാണ്? പൂച്ച. ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ, ഞാൻ അണ്ണാനെ പിടിച്ചോട്ടെ. ദ കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. കാറ്റ് അവന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു. ബൈ ദെൻ ദ സ്ക്വിറൽ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. അപ്പോഴത്തേക്ക് സ്ക്വിറൽ എന്ത് ചെയ്തു? അണ്ണാൻ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. ട്രീൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ചിൽ 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 ഇറ്റ് മോക്ക്ഡ് ദ കാറ്റ്. ചിൽ 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 ഒച്ചയാക്കിയിട്ട് അവൻ പൂച്ചയെ തമാശയാക്കി. ദ കാറ്റ് ഓൾസോ ക്ലൈംബ്ഡ് അപ്പ്. അങ്ങനെ പൂച്ചയും മരത്തിൻ്റെ മുകളിൽ കയറി. റോക്കി സ്റ്റൂഡ് ബിലോ. റോക്കി താഴെ തന്നെ നിന്നു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ കാറ്റ്. എന്നിട്ട് പൂച്ചയെ നോക്കി. വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി? എന്തായിരിക്കും കാറ്റ് റോക്കിയോട് പറഞ്ഞത്? എന്നെ വെറുതെ വിടൂ, ഞാൻ അണ്ണാനെ പിടിക്കട്ടെ എന്നായിരിക്കും അല്ലേ. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. നെക്സ്റ്റ് പാർട്ട്, ദ കെയറിങ് ക്രോ. ശ്രദ്ധിക്കുന്ന കാക്ക. കുഞ്ഞുങ്ങളെയൊക്കെ നല്ല കെയർ ചെയ്യുന്ന കാക്കയുണ്ടല്ലോ. ദ കെയറിങ് ക്രോ. ദ സ്ക്വിറൽ ഡിസപ്പിയേർഡ് എമംഗ് ദ ലീവ്സ്. അങ്ങനെ സ്ക്വിറൽ അണ്ണാൻ ഡിസപ്പിയേർഡ് അപ്രത്യക്ഷമായി, എമംഗ് ദ ലീവ്സ് ഇലകൾക്കിടയിൽ അപ്രത്യക്ഷമായി. ദ കാറ്റ് ലുക്ക്ഡ് ഡൗൺ. പൂച്ച താഴോട്ടേക്ക് നോക്കി. ഹി സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അവൻ എന്ത് കണ്ടു? ഹി സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. റോക്കി മരത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ദ കാറ്റ് ജംപ്ഡ് ഡൗൺ. പൂച്ച താഴേക്ക് തുള്ളി. ആൻഡ് എസ്കേപ്ഡ്. എന്നിട്ട് രക്ഷപ്പെട്ടു.
ദ ക്രോ സോ ഇറ്റ്. കാക്ക ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അവളുടെ കൂട് എവിടെയാണ്? ഈ മരത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്. അവളുടെ ചിക്സ് കുഞ്ഞുങ്ങൾ എവിടെയാണ് ഉള്ളത്? ആ മരത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. ഷീ വാസ് അഫ്രെയ്ഡ്. അവൾക്ക് പേടിയായി, അവൾക്ക് ഭയമായി. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് എറൗണ്ട് റോക്കി. അവൾ റോക്കിക്ക് ചുറ്റും പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹൈൻഡ് ലെഗ്സ്. റോക്കി നിന്നു. എങ്ങനെ? ഓൺ ഹിസ് ഹൈൻഡ് ലെഗ്സ്. അവൻ്റെ പിൻകാല് വെച്ചിട്ട് ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അതുപോലെ നിന്നു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നോക്കാം അല്ലേ. പിന്നെ സംഭവിച്ചത് റോക്കി കഴിക്കുന്ന ബോൺ കാക്ക തട്ടിപ്പറിച്ചു ഓടി. നോക്കാം നമുക്ക്. ദ ഹംഗ്രി ക്രോ. വിശപ്പുള്ള കാക്ക. റോക്കി വാക്ക്ഡ് ബാക്ക്. റോക്കി അങ്ങനെ തിരിച്ച് പിറകോട്ടേക്ക് നടക്കുകയാണ്. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. വഴിയിൽ വെച്ച് അവനൊരു ബോൺ കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ്. അവൻ അങ്ങനെ പുല്ലിലിരുന്ന് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്. എന്നിട്ട് ചവച്ചരച്ച് തിന്നാൻ തുടങ്ങി. ഓ മഞ്ചി, ഓ. ഹീ ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. അവൻ സന്തോഷത്തോടെ കണ്ണുകൾ അടച്ച് ഇങ്ങനെ ചവച്ചവച്ച് തിന്നുകയാണ്. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. കാക്ക ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഷീ വാസ് വെരി ഹംഗ്രി. അവൾക്ക് നല്ല വിശപ്പുണ്ട്. ഷീ സ്നാച്ച്ഡ് ദ ബോൺ. അവൾ എന്ത് ചെയ്തു? സ്നാച്ച്ഡ്, തട്ടിപ്പറിച്ച് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. എന്നിട്ട് പറന്നുപോയി. ബോൺ തട്ടിപ്പറിച്ച്. ബോൺ എന്നാൽ അസ്ഥി കഷ്ണം ഉണ്ടല്ലോ, എല്ലിൻ്റെ കഷ്ണം, അതിനെയാണ് ബോൺ എന്ന് പറയുന്നത്. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. തട്ടിപ്പറിച്ച് ഓടി. ഓ യു നോട്ടി ക്രോ. ഓ നീ നല്ല നോട്ടി, സാമർഥ്യമുള്ള കാക്ക തന്നെ. റോക്കി ബാർക്ക്ഡ്. റോക്കി കുരക്കാൻ തുടങ്ങി. ഹീ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവനറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ഹീ ജംപ്ഡ് അപ്പ്. അവൻ തുള്ളി ഹീ ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. അവൻ മുകളിലോട്ടും താഴോട്ടും കുറേ പ്രാവശ്യം തുള്ളിക്കൊണ്ടിരുന്നു. ഹീ സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. അവനിങ്ങനെ നിലത്ത് കിടന്ന് മണ്ണിൽ കിടന്ന് ഉരുളാൻ തുടങ്ങി ദേഷ്യം വന്നിട്ട്. ഹീ സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ്. സ്ക്രാച്ച്ഡ് നിലത്തിട്ട്, തല നിലത്തിട്ട് ഉരച്ച്, ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. എന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളുകയാണ്. സ്ലോലി ഹീ കാംഡ് ഡൗൺ. പതുക്കെ ഹീ കാംഡ് ഡൗൺ. കാംഡ് ശാന്തമായി. അവന് ശാന്തമായി. അവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. റോക്കി ബാർക്ക്ഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. വൈ? റോക്കി കുരച്ചുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും തുള്ളിക്കൊണ്ടിരുന്നല്ലോ കുറേ പ്രാവശ്യം. എന്തിനാണ്? ബിക്കോസ് ഓഫ് ആംഗ്രി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ദ ഹെവി റെയിൻ. വലിയ മഴ. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്. പെട്ടെന്ന് നീല ആകാശം, ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്, കറുപ്പാകാൻ തുടങ്ങി. ദ വിൻഡ് ഹൗൾഡ്. വിൻഡ്, കാറ്റിങ്ങനെ ഒച്ചയാക്കുന്നുണ്ടല്ലോ, കാറ്റ് ഒച്ചയുണ്ടാക്കി. ഹൗൾഡ്. എ ഹെവി തണ്ടർ ഷുക്ക് ദ ഗ്രൗണ്ട്. വലിയ ഇടി ഗ്രൗണ്ടിനെ കുലുക്കി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കോഡ് അലൗഡ്. കാക്ക ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. ഷീ സോ ഹെർ നെസ്റ്റ് സ്വയിങ് ഇൻ ദ വിൻഡ്. അവൾ കണ്ടു അവളുടെ കൂട് കാറ്റിന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക്. പെട്ടെന്ന് കൊമ്പ് പൊട്ടി. ആൻഡ് ദ നെസ്റ്റ് ഫെൽഡ് ഡൗൺ. അങ്ങനെ കൂട് താഴെ വീണു. ഇനി അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? എന്താണ് ചിക്സ് കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത്? നോക്കാം. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. കിയോ കിയോ. റോക്കി ഹേർഡ് എ സൗണ്ട്. റോക്കി ഒരു ഒച്ച കേട്ടു. കിയോ കിയോ. കാക്ക കുഞ്ഞുങ്ങൾ കരയുകയാണ്. ഹി സോ ദ ചിക്സ് ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. അവൻ കണ്ടു ദ ചിക്സ് കുഞ്ഞുങ്ങൾ ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്, നിലത്ത് കിടക്കുകയാണ്. ഹി ഫെൽറ്റ് പിറ്റി. അവന് ദയ തോന്നി. ഫോർ ദം. ആരോട്? കുഞ്ഞുങ്ങളോട്. ആൻഡ് വാക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റ്. അങ്ങനെ കൂടിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. ദ ചിക്സ് വേർ ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. കുഞ്ഞുങ്ങൾ were drenched in the rain. മഴയിൽ ഇങ്ങനെ നനഞ്ഞു കുതിർന്നിട്ടുള്ളത്. കിയോ കിയോ. their cry became louder. അതിൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി. they were shivering. അതിങ്ങനെ തണുത്ത് വിറക്കുന്നുണ്ട്. shivering, വിറക്കുന്നു. don't worry dears. Rocky consoled them.
വിഷമിക്കേണ്ട കുഞ്ഞുങ്ങളെ. റോക്കി കൺസോൾഡ് ദം. റോക്കി സമാധാനിപ്പിച്ചു. കൺസോൾഡ് ആശ്വസിപ്പിച്ചു. ഹെൽപ്പ് മീ. റോക്കി ഹേർഡ് എ ക്രൈ. അപ്പോൾ റോക്കി വേറൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഹെൽപ്പ് മീ എന്നെ സഹായിക്കൂ. ഹീ ടേൺഡ് ടുവേർഡ്സ് ദ സൗണ്ട്. അവൻ ആ സൗണ്ടിൻ്റെ അടുത്തേക്ക് പോയി, ആ ശബ്ദത്തിൻ്റെ അടുത്തേക്ക് പോയി. ഹീ സോ. അവൻ കണ്ടു. ദ മദർ ക്രോ. അമ്മ കാക്ക കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഒരു പൊട്ടിയ കൊമ്പിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഹിസ് ഹേർട്ട് മെൽറ്റഡ്. അവൻ്റെ ഹൃദയം ഉരുകി. കാക്ക അവൻ്റെ കയ്യിൽ നിന്ന് എല്ലിൻ കഷ്ണം തട്ടിക്കൊണ്ടു പോയപ്പോൾ അവന് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ ഈ സമയത്ത് അവന് മനസ്സ് വേദനിച്ചു. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. റോക്കി ആ കൊമ്പ് അനക്കാൻ നോക്കി. ഇറ്റ് വാസ് ഹെവി. അത് ഭയങ്കര കനമുണ്ടായിരുന്നു. ഹീ പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ്റെ എല്ലാ ശക്തിയും എടുത്ത് അത് പൊന്തിച്ച് വലിച്ചെടുത്തു. ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അവസാനം ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ്. അത് അനക്കാൻ വേണ്ടി അവന് സാധിച്ചു. അത് മാറ്റിവെച്ചു. ആൻഡ് സേവ് ദ ക്രൗ. അങ്ങനെ കാക്കയെ രക്ഷിച്ചു. ദ ക്രൗസ് ഐസ് വെൽഡ് അപ്പ്. കാക്കയുടെ കണ്ണുകൾ നനഞ്ഞു. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവൾ റോക്കിയെ നന്ദിയോടെ നോക്കി. ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. ശ്രദ്ധിക്കണേ, അങ്ങനെ പറഞ്ഞ് റോക്കി നടന്നുപോയി. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നു. വാട്ട് കുഡ് യു ഡു ഇഫ് വി വേർ ഇൻ റോക്കീസ് പ്ലേസ്? നിങ്ങളാണ് റോക്കിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ലെസണിൻ്റെ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 3ാം ക്ലാസ്സിലെ മക്കളുടെ പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് 3 എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതാണ്. അതുകൂടാതെ 3ാം ക്ലാസ്സിലെ മക്കളുടെ നാസ് പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ക്ലാസ് 3 നാസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതാണ്. പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.